ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അനിഴം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് അനിഴം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. അനിഴം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ 2025 ആണ്ട് സമ്മിശ്ര ഫലമാണ് കാണുന്നത്. ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. ഇത് ജനുവരി ഫെബ്രുവരി മാസവും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിലെടുത്തു പറയേണ്ടത്, നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം. എന്നാൽ ചില അനിഴ നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികൾ നിങ്ങളോടൊരു നിസ്സഹകരണ മനോഭാവം ഉണ്ടാക്കുന്നതാണ്. അതുമൂലം നിങ്ങൾക്കൊരു കടുത്ത മനോദുഃഖമൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകുന്നതാണ് ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ. കുടുംബത്തിലും അത്ര ഗുണകരമായിട്ടല്ല കാണുന്നത്. കുടുംബ ബന്ധങ്ങളിലെ കുടുംബത്തിലെ അപസ്വരങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ബന്ധുമിത്രാദികളോട് മോശമായ രീതിയിലൊക്കെ സംസാരിക്കേണ്ട ഒരു സമയം വരുന്നുണ്ട്. അതുപോലെ സഹോദരങ്ങളുടെ വിമർശനങ്ങൾക്കും നിങ്ങൾ വിധേയരാകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. സഹോദരന്മാരുടെ വിമർശനങ്ങൾക്ക് നിങ്ങൾ വിധേയരാകേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കുടുംബാന്തരീക്ഷം അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. എന്നാൽ നിങ്ങളുടെ കർമ്മരംഗം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. കർമ്മരംഗത്തെ ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് ഉന്നത വ്യക്തികളിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായം ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. പൂർവിക സ്വത്തുക്കളൊക്കെ അനുഭവവേദ്യമാകാനുള്ള സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ കുടുംബസ്വത്ത് സ്വന്തം പേരിലേക്കൊക്കെ എഴുതി കിട്ടാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ചില അനിഴ നക്ഷത്രക്കാരെ ഗ്രഹം മോടി പിടിപ്പിക്കാനുള്ള മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് മോടി പിടിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് നിങ്ങളുടെ സാമ്പത്തിക നില തന്നെയാണ്. ജനുവരിയിലും ഫെബ്രുവരിയിലും സാമ്പത്തിക നില നന്നായിട്ട് മെച്ചപ്പെട്ടു വരികയാണ് കാണുന്നത്. നിങ്ങളുടെ കുറച്ച് നീക്കിയിരിപ്പൊക്കെ ഉണ്ടാകുന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നതാണ്. നിങ്ങൾ പല വിധത്തിലുള്ള സുഖഭോഗങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്നതാണ്. ചിലരൊക്കെ മദ്യപാനം അതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വഴിതെറ്റി പോകാതെ ശ്രദ്ധിക്കുക. കൂടുതൽ പണമുള്ളപ്പോൾ ദിവസേന മദ്യപാനം തുടങ്ങാനുള്ള സാധ്യത ചില അനിഴ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അതിലേക്കൊന്നും അങ്ങനെയൊക്കെ ചെന്ന് നശിക്കുന്ന ഒരു ഗതിയിലേക്ക് പോകരുത്. സുഖഭോഗങ്ങളെന്ന് പറഞ്ഞത് നല്ല നല്ല കാര്യങ്ങളായിക്കോട്ടെ, വണ്ടി വാങ്ങുക, വാഹനം വാങ്ങുക, പുതിയ വീട് വാങ്ങുക, നല്ല ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് കുടുംബ ബന്ധുക്കളും ഭാര്യ കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ അത് കാരണമാവും. രണ്ടാമത് ആദ്യം പറഞ്ഞതാണെങ്കിൽ മദ്യപാന ശീലത്തിലേക്ക്, ലഹരി പദാർത്ഥങ്ങളിലേക്കാണെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാനും നിങ്ങൾ തന്നെ നശിക്കാനുമുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത് പറഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, നല്ല നല്ല രീതിയിലുള്ള സുഖഭോഗങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുകയായിരിക്കും നല്ലത്. ഈ അനിഴ നക്ഷത്രക്കാർക്ക് ജനുവരി അവസാനമൊക്കെ ആകുമ്പോൾ വാഹനയോഗം കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിലവിലുള്ളത് മാറ്റിവാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ജനങ്ങളെ പിരിഞ്ഞ് കഴിയേണ്ട സാഹചര്യം അനിഴ നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസത്തിൽ കാണുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ വിശ്വസ്തരായിട്ട് ഉള്ളവരാൽ വഞ്ചിതരാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ആർക്കെങ്കിലും പണം കടം കൊടുക്കുക, വിശ്വസ്തരുടെ വാക്ക് കേട്ട് പണം കൊടുക്കുക, ചില ബോണ്ടുകളിലൊക്കെ ഒപ്പിടുക, ചെക്കിലുകളിൽ ഒപ്പിട്ട് കൊടുക്കുക ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ നമ്മളോട് ചതിക്കണമെന്ന് ഉള്ള മോഹം വെച്ചിട്ടായിരിക്കില്ല. അവർക്ക് പറ്റുന്നൊരു മിസ്റ്റേക്ക് മൂലം നമ്മൾ ജീവിതകാലം മൊത്തം അത് ദുരന്തം അനുഭവിക്കേണ്ട ഒരു ഗതി വരും. അതുകൊണ്ട് ബോണ്ടുകളിലോ മറ്റു കാര്യങ്ങളിലോ സാക്ഷി നിൽക്കുക പോലുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ 100 വട്ടം ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. കുടുംബ അംഗങ്ങളുമായിട്ടുള്ള, പറ്റുമെങ്കിൽ ഭാര്യയോ ഭർത്താവോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടോ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരൊക്കെ ആയിട്ട് നന്നായിട്ട് ആലോചിച്ച് അവരുടെ ഉപദേശങ്ങൾ തേടിയതിന് മാത്രമേ അതിന് മുതിരാവൂ. മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ഫെബ്രുവരി മാസം അവസാനമൊക്കെ ആകുമ്പോൾ. നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഭാര്യ വീട്ടുകാരുമായിട്ട് അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ സാമ്പത്തിക സഹായമൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചിട്ട് അവർ അതൊന്നും ചെയ്യാത്തത് മൂലം അവരൊക്കെ ആയിട്ട് മാനസികമായിട്ട് അകലാനുള്ള സാധ്യതയുണ്ട്. വസ്തു സംബന്ധമായ വ്യവഹാരങ്ങളിലൊക്കെ പാത്രമാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ചില കുടുംബസ്വത്തിന് വേണ്ടിയൊക്കെ കേസ് കൊടുക്കുക അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടുന്നതാണ്.
നിങ്ങൾ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ധനം സന്തോഷവും ഉള്ളപ്പോൾ ഒത്തിരി ആൾക്കാർ നമുക്ക് സുഹൃത്തുക്കളായിട്ട് ലഭിക്കും. നമ്മുടെ കിട്ടുന്ന ധനം ഉപയോഗിച്ച് ധാരാളം ലഹരി പദാർത്ഥങ്ങൾ വാങ്ങി ലഹരി സേവ ചെയ്യും, ഒപ്പം സുഹൃത്തുക്കൾ കൊടുക്കുകയും ചെയ്യും. നമുക്കൊരു അപകടമുള്ളപ്പോൾ ഇവരൊക്കെ അവരവരുടെ പാടുന്നതിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് അനാവശ്യ കൂട്ടുകെട്ടുകൾ കഴിയാവുന്നതും ഒഴിവാക്കുക. അസമയത്തുള്ള യാത്രയും നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് ആകുല ചിന്തകൾ എപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. ഫെബ്രുവരി മാസം ആകുമ്പോൾ മാനസികമായിട്ട് സംഘർഷം ഭയങ്കരമായിട്ട് ഉണ്ടാവും. പ്രവർത്തന മേഖലയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ കൂടുതലായിട്ടുണ്ടാകും. നിങ്ങൾക്ക് ധനയോഗം നന്നായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അത്ര ഗുണകരമല്ല. ഷെയർ മാർക്കറ്റ് ബിസിനസ് ആയിക്കോട്ടെ, ക്രയവിക്രയങ്ങളിൽ കൊടുക്കൽ വാങ്ങൽ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, അവർക്കൊന്നും അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ധനപരമായിട്ട് ഗുണകരമാണ്. ഈശ്വരാനുഗ്രഹമുള്ള സമയമാണ്. അപ്പോൾ മാനസിക സംഘർഷം കുറയ്ക്കാനായിട്ട് മദ്യസേവ ചെയ്യരുത്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും അത് നമ്മളെ ഉപയോഗിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരുടെ കൂടെയുള്ള സുഹൃത്ബന്ധങ്ങൾ കഴിയാവുന്നത് ഒഴിവാക്കുക. അങ്ങനെയുള്ളവരുമായിട്ട് അകന്ന് പോകുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ ധനമുള്ളപ്പോൾ നമ്മളതിനു വേണ്ടി മുതിരുകയും അവർക്കും നമ്മുടെ ധനം ഉപയോഗിച്ച് ഇതൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾക്ക് ചെന്ന് സ്വയം നശിക്കാതിരിക്കുക. നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. ധനപരമായിട്ടും തൊഴിൽ രംഗത്തും ഉയരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈശ്വരൻ നിങ്ങൾക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റ് വർദ്ധിപ്പിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായിട്ട് ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ വിഷ്ണു ക്ഷേത്രത്തിലോ, ബുധനാഴ്ചയാണെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ ദർശിക്കുന്നതിനാണ് കഴിയാവുന്ന. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുക, അല്ലെങ്കിൽ വ്യാഴാഴ്ച ദർശിക്കുക. നിങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു വൃത്തിയുള്ള പാത്രത്തിൽ കുറച്ച് പാല്, ഒരു 100 മില്ലിയൊക്കെ മതി, കുറച്ച് പാല് ഭഗവാന് നിവേദിക്കാനായിട്ട് കൊണ്ടുപോവുക. വേറെ ഒന്നും കൊണ്ടുപോകണമെന്നില്ല. എല്ലാ വ്യാഴാഴ്ചയും അല്ലെങ്കിൽ എല്ലാ ബുധനാഴ്ചയും നിങ്ങൾ ചെല്ലുക, കുറച്ച് പാല് കൃഷ്ണന് നിവേദിക്കാനായിട്ട് കൊടുക്കുക, പോരുക. ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കോളും. അപ്പോൾ ഈ വഴിപാട് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലൊരു സമയമുണ്ടാകട്ടെ എന്ന്, മാനസിക സംഘർഷമൊക്കെ മാറി നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.